അപ്പോ നേരത്തെ പറഞ്ഞ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, ഹുസൈൻ സലഫി പറഞ്ഞു, റഫീഖ് സലഫി പറഞ്ഞു. പക്ഷെ സ്വർഗത്തിനെ കുറിച്ച് കേരളത്തിൽ പറഞ്ഞാൽ ആണ്ട് തിരുപ്പതി വരണമെങ്കിൽ അത് അബൂബക്കർ കാസിമിയോട് പറയണം. നേരത്തെ പറഞ്ഞു ഇവർ സദാ സോയിലായിരിക്കും, അവർ നിരന്തരം ചുറ്റുമുള്ള കൂടാരങ്ങളിൽ പിന്നെ ഹൂറികൾ അണിനിരന്നിരിക്കും, ഇവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ 100 ആളുകളുടെ കൂവത്ത്, കരുത്ത്, ശേഷി, എന്തായാലും പറയാം, അത് കൊടുത്തിട്ടുണ്ടാവും, സ്റ്റാമിന അത് കൊടുത്തിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ആ സ്റ്റാമിനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നവർ, അത് ഒരു ശുഗല് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് എന്ന് ഉസ്താദ് പറഞ്ഞുതരും. കാസിമി പറഞ്ഞാൽ അതാണ്ട് വെടിപ്പാവുള്ളൂ. കാസിമി ആണെങ്കിൽ ഇതിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. മനസ്സിന് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി. ഏത് നേരത്തെ പറഞ്ഞ ശുഗല്, അത് ദുനിയാവിലായാലും ആഖിറത്തിലായാലും ആകെ ഈ ശുഗലാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു സോയലിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. സോയലിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയണതാണ്. ഈ ഒരു സോയലാണ്. മരിച്ചു പോകണം, സ്വർഗത്തിൽ പോകണം, ഹൂറിനെ കിട്ടണം, 100 ആളെ ശക്തി വേണം, സദാ സോയിലിൽ ഏർപ്പെടണം, ഈ സോയിലാണ് എല്ലാവരും. അപ്പൊ അതില്ലെങ്കിൽ മൊത്തം കഥ പോയി. അപ്പൊ ഉസ്താദ് പറഞ്ഞിരുന്നത് ബാക്കി ദുനിയാവിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു സന്തോഷം തരുന്നു, അതേപോലെ അല്ലാഹു സ്വർഗ്ഗത്തിൽ തരുന്നു. സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം 1 വർഷം വരെയാ. അല്ലാഹ് എന്തായിരിക്കും സംഭവം? 1 വർഷം വരെയാണ്. ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ മനസ്സിന് എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മുളയൊക്കെ തിന്ന് നടക്കുന്നവനെ കൊണ്ട് ആഫിയത്ത് ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അല്ലാഹ് തീരുമാനിച്ചിരിക്കണം സ്വർഗ്ഗത്തിൽ. നീ വാ, ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം 1 വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗ്ഗത്തിന്റെ ഊർലികളെ കുറിച്ചൊക്കെ പറയാതെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്. വെറുതെ പറയില്ല, ആയത്തെ ഹദീസ് ഓതിയിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. ഉസ്താദ് പറയുന്ന വെച്ചിട്ട് നിങ്ങൾ കാസിമി പറഞ്ഞു വെച്ചാൽ തള്ളരുത്. കാസിമിയൊക്കെ ആയത്തെ ഹദീസൊക്കെ ഓതി ഉള്ളത് പോലെ തന്നെ പറയും. പക്ഷെ എന്താ വെച്ചാല് മറ്റുള്ളവരൊക്കെ ഒന്ന് പൊതിഞ്ഞു പറയും, ഉസ്താദ് കുറച്ച് വർണ്ണിച്ച് പറയും. അത് കേൾക്കാൻ ഒരു ഇമ്പുണ്ടാവും, ചിലർക്ക് ഒരു കമ്പുണ്ടാവും. അങ്ങനെ അത് ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഉസ്താദ് അങ്ങനെ പറയുന്നു എന്നുള്ളതുള്ളൂ. ഉസ്താദ് ഉള്ളത് പോലെ പറഞ്ഞ ആളാണ്, ഇല്ലാത്തത് പറയുന്ന ആളല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ശുഗല്, ഒരു ഹൂറിയുമായിട്ടുള്ള ഒരു ശുഗല് എന്ന് പറയുന്നത് ഏകദേശം 1 ദിവസം നീണ്ടു നിൽക്കും. 1 ദിവസമാണ് ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു 1 ദിവസം കഴിയുമ്പോൾ കാര്യം തീർത്ത് വേറെ കല്യാണം കഴിക്കുന്നതല്ല. ഇത് ഒരു ശാരീരിക ബന്ധത്തിന്റെ ദൈർഘ്യമാണ് പറഞ്ഞത് 1 ദിവസം. 100 ആളെ കൂവത്തോണ്ടൊക്കെ നടക്കും ഉസ്താദെ എന്നത് വേറെ ചോദ്യം. 1 ദിവസം മുഴുവൻ ഒരു ഹൂറിയായിട്ട് ഒരു ശുഗലാണ് അത്. അപ്പൊ 72 ഹൂറിമാരുമായിട്ടൊക്കെ ശുഗലിൽ ഏർപ്പെടുന്നവന്റെ കഥകളൊന്നും ആലോചിച്ച് നോക്കി. എന്റെ അഭിപ്രായത്തില് മിക്കവാറും ഈ ജാതി ശുഗലുമായിട്ട് നടക്കുന്ന ചങ്ങായിമാര് നേരെ വന്ന് നരകത്തിൽ എടുത്ത് ചാടും കുറച്ചു ദിവസം കഴിയുമ്പോ. കാരണം ഈ ശുഗല് എത്ര അയച്ചിട്ടപ്പോ ഈ ശുഗലിൽ ഇങ്ങനെ നിൽക്കുക 1 ദിവസമൊക്കെ. ഓൻ വിചാരിക്കും ഇതിനേക്കാളും നല്ല പണ്ടാറടക്കം ഞാൻ നരകത്തിൽ ചാടത്തേന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചാടും. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓരോട് അവിടുന്ന് ചോദിക്കാം. നമ്മൾ നരകത്തിൽ ഉണ്ടാവുമല്ലോ. ഇനി ഉസ്താദ് ഈ നേരത്തെ പറഞ്ഞ ഈ സലഫി മൂല്യമാര് പൊതിഞ്ഞു പറഞ്ഞ സാധനം ഉസ്താദ് വെളിപ്പാക്കി പറഞ്ഞുതരും. എത്ര നല്ല തരുണിയാണ്, എത്ര നല്ല സുന്ദരിയാണ്, എത്ര നല്ല സുശീലയാണ്, എത്ര നല്ല സുമുഖിയാ. പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. അവളുടെ നീളം മാദകത്തിടമ്പുകൾ കാണുമ്പോ ചെറുപ്പക്കാരൻ ത്രസിച്ചു പോകുമത്രേ. ഇതിങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഇവിടെ ഇന്നിപ്പോ കേരളത്തിൽ ഈ ഒരു ഉസ്താദിനുള്ളൂ. വേറെ ഒരു ഉസ്താദും കൂടി ഉണ്ട്. ആ ഉസ്താദ് കുറച്ചുകൂടി കടത്തി പറയും. ആ ഉസ്താദാണ് അള്ളാഹുവിനെ കാണുമ്പോ ഈ അബ്ദുള്ള ബാസിൽ പറഞ്ഞ ലിഖാ റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതേ സുഖാസ്വാദനം, ഈ ലൈംഗികാനുഭൂതി അല്ലെങ്കിൽ അതിന്റെ മൂർധന്യാവസ്ഥ, എന്തായാലും പറയാം, ഓർഗാസം, അത് ശരീരത്തിന്റെ ഓരോ അണുവിലും ഉണ്ടാവുക എന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ള അവസ്ഥ എന്നും പല ആളുകൾ വിശദീകരിച്ച് പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് ഒരു പ്രോപ്പറായിട്ടുള്ള പ്രാമാണികമായിട്ടുള്ള വിശദീകരണമല്ല. വിശ്വാസികൾക്ക് ഇതൊക്കെ ഈ വയലൊക്കെ കേട്ട് പിന്നെ ധൃതംഗ പുളങ്കിതരായിട്ട് ഇരിക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാവാൻ വേണ്ടി അവർ ആ കോലത്തിൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം കാണുമ്പോ പെട്ടെന്ന് അവളുടെ പിന്നാലെ പോകുന്നു. അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആകർഷിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. നീ ആകർഷിക്കുന്നത് പോലെ അള്ളാഹു നിനക്ക് ആഖിറത്തിൽ തരാമെന്ന് പറയുന്നു. എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്? ഏത് ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത്? അള്ളാഹു നിനക്ക് തരും സ്വർഗത്തില്. നീ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹു പറയാണ്, വാ, നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സ്വന്തമാക്കി തരും. അള്ളാഹു എന്ത് പണിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്? എന്ത് ഭാഗം കൊണ്ടാണ് എനിക്ക് സുഖിക്കേണ്ടത്? വാ, ഞാൻ ഇവിടെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ വേശ്യാലയം തുറന്നു വെച്ച് കാത്തിരിക്കുന്ന ആളാണ് പടച്ചോൻ എന്ന് ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിച്ചാൽ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ? അവര് പഠിപ്പിക്കുന്ന കോളേജിൽ പോയിട്ട് എന്താ? ഓലെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? കിതാബിലുള്ളത് അതല്ലേ. അപ്പൊ ഈ ജാതി ഏർപ്പാടുമായിട്ട്
കറങ്ങി നടക്കുകയും എന്നിട്ട് കൈയോടെ പിടികൂടുമ്പോൾ ലിക്കാഹ് റബ്ബ് കാത്തിരിക്കുകയാണ് എന്ന് ബടായി പറയുകയും ചെയ്യുന്നത് ശരിയാണോ ബാസിലെ? ആരാട്ട് പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്. കടക്കണ്ണ് കൊണ്ട് നേരെ ഒരു നോട്ടം, ചെറിയ ഒരു സൈറ്റ് അടി, ഒരു ലൈൻ അടി, എന്താനൊക്കെ പറയാ, മെല്ലെ കണ്ണൊന്ന് അടിച്ചു കാണിക്കുക. അതൊരു പ്രത്യേക രസമല്ലേ? ഇന്ന് ചെറുപ്പക്കാരൊക്കെ എന്താ പെണ്ണുങ്ങളിൽ ഇഷ്ടപ്പെടുന്ന അതല്ലേ? ഒന്ന് കണ്ണടിച്ചു കൊടുക്കുക, അല്ലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്നൊന്ന് അടിച്ചു കൊടുക്കുക, ഒരു കണ്ണടിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് നീ ഇഷ്ടപ്പെടുന്നത്, സ്വർഗത്തെ അള്ള തരും. ഇതൊക്കെ ഉണ്ടോ സ്വർഗത്തില്? ആര് സ്വർഗത്തിന്റെ കവാടം കടന്ന് കയറുമ്പോ തന്നെ അള്ള കയ്യിൽ വെച്ചു കൊടുത്ത ഹൂറിമാര് ഒരു കൂടാരത്തിൽ നിന്ന് അടുത്ത കൂടാരത്തിൽ പോകുമ്പോ അപ്പുറത്തെ കൂടാരത്തിൽ നിന്ന് നോക്കിയിട്ട് ഹൂറി ഒരു കണ്ണടി, ഇതാണോ? അതോ അയലോക്കാരന്റെ ഹൂറി നിങ്ങളെ നോക്കി കണ്ണടിക്കോ? എന്താ ഉസ്താദ് ഇത്? ഞാൻ പറയുന്നു, ഇത് കേട്ടിട്ട് ആരും പോയി കലിമ ചെല്ലാനും സുന്നത്തേക്കാനും നിൽക്കണ്ട. ചില ആൾക്കാരെ ചിരി കണ്ടിട്ട് എനിക്കത് തോന്നുന്നു, ഇപ്പൊ തന്നെ പോയി കലിമ ചെല്ല, പൊന്നാനിക്ക് ബസ് പോയോ എന്നൊക്കെ. പൊന്നാനിക്കുള്ള ലാസ്റ്റ് ബസ് എപ്പോഴാന്ന് കമന്റിൽ ചോദിക്കുന്ന ആൾക്കാര് ഞാൻ ശ്രദ്ധിച്ചു. ലാസ്റ്റ് ബസ് പോയാ? ലാസ്റ്റ് ബസ് ഒരെണ്ണം പോയി, പേടിക്കണ്ട, ലാസ്റ്റ് ബസ് ഇടക്കിടക്കുണ്ട്. ഇരുമാറുകൾ അവർ കൊണ്ട് രണ്ടില് നിർത്തിയത് മോശമായി, 4 ആവായിരുന്നു എന്റെ ഒരു ഇത്. ആലോചിക്കണം, ഹൈലില്ല, നിഫാസില്ല, ഗർഭപാത്രമില്ല, പ്രസവമില്ല, മലമൂത്ര വിസർജനമില്ല, പക്ഷെ സ്ത്രീയുടെ സ്ഥലങ്ങൾ ഉണ്ട്. ഉണ്ട്. പല പാട്ടുകൾ അവർക്കുണ്ട്. മാരടത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗ്ഗപ്പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും. ഇതൊക്കെ പോരെ മച്ചാനെ? ഇതൊക്കെ പോരെ? പക്ഷെ നിങ്ങൾ അതാലോചിക്കണം, ഇതാണ് നമ്മള് പണ്ട് ഒരു കഥ പഠിച്ചിട്ടുണ്ട്. ഒരു രാജാവ് ഒരു നാട്ടില് ആളുകൾക്ക് വരൾച്ച, അല്ലെ എന്താ പറയാ, പട്ടിണി, ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായ സമയത്ത് റൊട്ടി വിതരണം ചെയ്യാണ്. അപ്പം ആ റൊട്ടി വാങ്ങാൻ തിക്കും തിരക്കൊന്നും കൂട്ടാതെ കുട്ടികൾക്കിടയിൽ നിന്ന് മാറി ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയുടെ കഥ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ആ കുട്ടീനെ പോലെ ഒരു കുട്ടിയായിട്ട് ബാസില് ഈ തിക്കും തിരക്കും, ഈ സ്വർഗവും വർണ്ണനയും ഹൂറിയും മാർവിടവും തുടുത്ത മാറും കവിളും കണ്ണും കാതും ഒക്കെ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കാണ്. ഇപ്പൊ എന്താ ബാസിലേജ് ഇവിടെ ഇരിക്കണേ? വെള്ളിയാഴ്ച ആവട്ടെ, എന്തിനാ വെള്ളിയാഴ്ച ആയിട്ട്? ഇച്ചിന്റെ പടച്ചോൻ എന്ന് കണ്ടാവ് ലിക്കാവു റബ്ബി, എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിസ്വാർത്ഥനായ ബാസിൽ സ്വർഗത്തിന്റെ ഈ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ഒലീവ് മരത്തിന്റെ തണലിൽ ഇങ്ങനെ കുത്തിരിക്കാൻ. വെള്ളിയാഴ്ച എന്നായെങ്കിൽ എനിക്കിന്റെ പടച്ചോനൊന്ന് കണ്ടെങ്കിൽ. മറ്റു കൂടാരങ്ങളിൽ നിന്ന് വരുന്ന സീൽക്കാര ശബ്ദങ്ങളൊന്നും ബാസിലിനെ അലോസരപ്പെടുത്തുന്നില്ല സുഹൃത്തുക്കളെ. ഓരോരോ കൂടാരങ്ങളിൽ നിന്ന് കുതിരക്കുളമ്പടിയുടെ ശബ്ദം, ചിലയിടത്തുനിന്ന് സീൽക്കാരം, ചിലയിടത്തുനിന്ന് പാട്ട്, ചിലയിടത്തുനിന്ന് ഡാൻസ്. പക്ഷെ ബാസിൽ അതിലൊന്നും ചെവി കൊടുക്കുന്നില്ല. ബാസിൽ സദാ ചിന്തയിലാണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാ വെള്ളിയാഴ്ച ഉച്ചയാവുക? ഇനി എപ്പോഴാ എനിക്കിന്റെ പഠിച്ചവനെ കാണാൻ പറ്റുക? വാച്ചിക്ക് നോക്കണ്ടോ? വാച്ചിക്ക് നോക്കൊന്നും വേണ്ട, അതൊക്കെ അവിടെ ഉണ്ടാവും, ഡിജിറ്റലായിട്ട് അവിടെ മുന്നിൽ വരും. ഒന്ന് നോക്കൂ, ഇതൊരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാലും തഖ്വ മുറുകെ പിടിക്കുന്ന, ഈമാൻ മുറുകെ പിടിക്കുന്ന, അധാർമികമായ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ഒരു നിസ്വാർത്ഥനായ ദഅവക്കാരനല്ലാതെ, ബാസിലിനെ കൊണ്ടല്ലാതെ മറ്റാർക്ക് സാധിക്കും സുഹൃത്തുക്കളെ? ആർക്ക് സാധിക്കും? നിങ്ങൾക്ക് സാധിക്കും, എനിക്ക് സാധിക്കും, മുജാഹിദ് ബാൽശ്ശേരിക്ക് സാധിക്കും. അതാണ് ബാസിൽ. ബാസിലിനെ നമ്മൾ കുറ്റം പറയുമ്പോഴും ബാസിലിനെ നമ്മൾ വിമർശിക്കുമ്പോഴും എടുത്തിട്ടതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ എനിക്ക് ബാസിലിനോട് ബഹുമാനാണ്. ഇത്രയൊക്കെ പ്രലോഭനങ്ങൾ സ്വർഗത്തിൽ ഉണ്ടായിട്ടും, ഹൂറികൾ പാട്ടുപാടിയിട്ടും, കണ്ണടിച്ചു കാണിച്ചിട്ടും അതിലൊന്നും വശംവദനാകാതെ അള്ളാഹുവിനെ കാണുക, ലിഖാഉ റബ്ബി, അള്ളാഹുവിനോട് ഹുബ്, അള്ളാഹുവിനോടുള്ള ഒരു ദർശനത്തിന് വേണ്ടി ഇങ്ങനെ വെള്ളിയാഴ്ച തോറും കിട്ടുന്ന ആ ഒരു ദർശനത്തിന് വേണ്ടി സ്വർഗത്തിന്റെ മൂലയിൽ ദസ്ബിമാലയുമായിട്ടിരിക്കുന്ന അബ്ദുള്ള ബാസിലിന്റെ ചിത്രം ഒരു AI ഇമേജ് വെച്ച് ജനറേറ്റ് ചെയ്ത് നോക്കി. ഇതാണ് മരിച്ചാലും തീരാത്ത തഖ്വ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ തഖ്വ സ്മരിക്കുന്നവരെ മതി, തഖ്വയോടെ മരണപ്പെട്ടാൽ ബാക്കി സ്വർഗത്തിൽ ചെല്ലുന്നത് ഇതിനാണ്. പക്ഷെ ബാസിലായിരുന്നില്ല. ബാസിൽ എപ്പോഴും കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് പോകാതെ, അരാജക ലൈംഗികതയുടെ വഴി തേടാതെ, അള്ളാഹു എത്ര സ്വർഗം കാണിച്ച് എത്ര സ്ത്രീകളെ കാണിച്ച് പ്രലോഭിപ്പിച്ചാലും ബാസിൽ എന്ത് ചെയ്യൂല? ബാസിൽ അതിലൊന്നും മൈൻഡ് ചെയ്യൂല. ബാസിലാണ് ബാക്കി മറുപടി പറയേണ്ടത്. ലിഖാഉ റബ്ബാണോ നിങ്ങളെ പ്രധാന ഉദ്ദേശം, നിങ്ങളെ പ്രധാന ലക്ഷ്യം? ഹൂറികൾ എന്ന് കൊതിച്ചിട്ടാണോ സ്വർഗത്തിലേക്ക് വിശ്വാസികൾ പോണത്? മൗലിയമാര് ഹൂറികളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണോ വിശ്വാസികളെ ഇതിനകത്ത് നിർത്തുന്നത്? ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, പള്ളിപ്പട്ടിയിലേക്ക് പണം പിരിക്കുന്നത് ഹൂറികളെ കാണിച്ചിട്ടാണോ?
അതോ ലിഖാഉ റബ്ബ് പറഞ്ഞിട്ടാണോ? നിങ്ങൾ പറയും ബാസിലിന്റെ സ്വർഗത്തിൽ എന്താ ഉള്ളത്? അതോ ബാസിലിന്റെ സ്വർഗത്തിൽ ഒരിത്തിരി പേരക്കാമരവും ഒരിത്തിരി കപ്പളങ്ങാമരവും ഒരിത്തിരി കപ്പത്തോട്ടവും പിന്നെ കുറച്ച് വരിക്കച്ചക്കയുടെ 4 തൈയും അതിന്റെ ഇടയിൽ കൂടി അള്ളാനെ കാണലും മാത്രമുള്ള സ്വർഗ്ഗമാണ് നിങ്ങളത്? ഏതിനങ്ങളിൽ മുൻ തൂക്കം വഖവായി ബാത്തറാബക്കാണോ അതോ ലിഖാഉ റബ്ബിനാണോ? നിങ്ങൾ നാലോക്കെ ഒരു കൂടാരം കെട്ടിയിട്ട് അതിന്റെ ചുറ്റും 72 ഹൂറിമാര് ഒരാളോടുള്ള ഷോയിൽ 24 മണിക്കൂർ ഇങ്ങനെ ഈ ശുഗലിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അടിയിൽ വെള്ളിയാഴ്ച അള്ള മാനത്ത് വന്ന അത് കാണാൻ പോകാം ഈ ചങ്ങായിമാർക്ക് നേരം ഉണ്ടാവുമോ? ഈ മുത്തിന്ന് വന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. മുജാഹിദ് വലിശ്ശേരി ചോദിച്ചത് വീട്ടിലിരുന്ന ഭാര്യമാര് സമ്മതിക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കെട്ടുപോയിന്ന് 2ാം കെട്ട്. കാരണം എന്താ? ഭാര്യനെ എന്നിട്ട് പ്രലോഭിപ്പിക്കാൻ പറഞ്ഞ എന്താ? സ്വർഗത്തിൽ ഒരു മുത്തുണ്ടും പോലും. മുത്ത്, ആ മുത്ത് ആർക്കുള്ളതാ? ഇങ്ങനെ 2ാമതൊരു കല്യാണമൊക്കെ കഴിച്ച് വേറൊരു സ്ത്രീക്കും കൂടി ജീവിതം കൊടുത്താൽ കിട്ടുന്ന മുത്താണ്. അപ്പൊ മുജാഹിദ് വലിശ്ശേരിന്റെ ഭാര്യ പറഞ്ഞു അത്രേ, ആ മുത്ത് ഞമ്മക്ക് മാണ്ടാന്ന്. ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഈ മുത്തിന്റെ ഇടയിൽ ഈ ശൂലായിട്ട് നടക്കണതിന്റെ ഇടയിൽ അള്ള മാനത്ത് വരിയെ പോകെ ഇത് വരി വല്ലതും അറിയോ? ഓന്റെ ബാസിലെ ഇതിന്റെ ഒന്ന് വാങ്ങിച്ചു കൂട്ടണാണ് ബാസിൽ. ഇതൊക്കെ ചോദിച്ചു മേടിക്കുന്ന, എരന്ന് മേടിക്കുന്നതാണ്. കഴിഞ്ഞോ സുഹൃത്തുക്കളെ, കഴിഞ്ഞു. നമ്മളെ സ്വർഗം ഇവിടെ അവസാനിക്കുകയാണ്. സ്വർഗത്തിലൂടെ ഈ യാത്ര അവസാനിക്കുകയാണ്. പൊന്നാനി